വെട്ടിക്കൊത്ത മുതലാളിയല്ലേ? മഹേന്ദ്രൻ മുതലാളി, ശിവന്റെ അച്ഛൻ. ആരാ? ഞങ്ങൾ വേലായുധനെന്ന് കാണാൻ വന്നതാ. അച്ഛൻ ഞങ്ങളുടെ പഴയ വീട്ടിലാ താമസിക്കുന്നത്. അത് ഈ വീടിന്റെ പുറകിലാ. എന്നാ പിന്നെ ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം. എന്താ കാര്യം? ഞാനിവിടെ ഉണ്ട്. എന്താടോ? വേലായുധ, ഒരു ശവം വീട് കിടപ്പുണ്ടല്ലോ. ആണിന്റെ പെണ്ണിന്റെയോ? ആണിന്റെയാ. കണ്ടിട്ട് വണ്ടിമുട്ടി അവിടെ വന്ന് കിടക്കാൻ സാധ്യതയില്ല. ഇത് എടുത്തിട്ടേക്കുന്നതാ. വള്ളിയാവോ? ഞങ്ങൾക്ക് കണ്ടിട്ട് ഏനക്കായിട്ട് തോന്നിയോണ്ടാ വേലായുധനെ വിളിക്കാൻ വന്നത്. കൊന്നുകൊണ്ടുവന്ന് തള്ളിയതോ മറ്റോ ആണോ? അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. നമുക്കൊന്ന് നോക്കാം വേലായുധ. ഇതിലും വലിയ വള്ളി കഴുതച്ചിട്ടിട്ട് ഊരി പോന്നിട്ടുള്ളവരല്ലേ നമ്മള്. അതുകൊണ്ടാ വരാൻ മടിക്കുന്നത്. ശരി, നോക്കാം. ആ, നിങ്ങൾ വാതിലടച്ച് കിടന്നോ. അച്ഛാ, അത് വാതിലടച്ച് കിടന്നോളാൻ പറഞ്ഞില്ലേ? അല്ല, ഇത് എവിടെയാ ഈ സ്ഥലം? നമ്മുടെ റോഡ് പണി നടക്കുന്ന സ്ഥലത്താണെന്നേ. ആ, വാ, നടക്ക്. എന്താ റാണി ഇതൊക്കെ? ഇതിവിടെ സ്ഥിരം പരിപാടിയാ. വഴിയെ പോണ വയ്യാവേലിയൊക്കെ അച്ഛനെടുത്ത് തലക്കേറ്റും. അതെ, ഇവിടെ കിടക്കരുത്. പിന്നെ ഇവിടെ കിടക്കും? എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. ഞാന് പേഷ്യന്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡറാ. ആ റിസപ്ഷന്റെ അവിടെ പോയി കിടന്നു. ഇവിടെ ബൈസ്റ്റാൻഡർമാർക്ക് ഒരു വിലയില്ലേ? കഷ്ടം തന്നെ. റിസപ്ഷൻ എങ്കിൽ റിസപ്ഷൻ. എല്ലാ വഴിയും പിന്നെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് വേഗം തിരിച്ചറിയാം. ഇത്രയും നല്ല സംവിധാനം ഇവിടെ ഉള്ളപ്പോ ഇനി റിസപ്ഷൻ തിരക്കി പോകേണ്ട കാര്യം എന്താ?
മാണിക്കൊത്ത മുതലാളിയല്ലേ? മഹേന്ദ്രൻ മുതലാളി, ശിവന്റെ അച്ഛൻ. ആ, ആൾക്ക് ജീവനുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പിടിക്കടോ പിടിക്കടോ. ഇല്ല ഗുരുവിളെ, അവിടേക്ക് യോഗന്നാന്റെ കണ്ണെത്തില്ല. അതോർത്ത് താൻ പേടിക്കേ വേണ്ട. ഗുരുവിളെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്തായി? അവനെ ഹോസ്പിറ്റലിലാക്കിയോ? അത് പിന്നെ അപ്പാ, അയാളെ ഞങ്ങളായിട്ടൊന്നും ചെയ്തില്ല. ഹോസ്പിറ്റലിലും കൊണ്ടുപോയില്ലേ? ഇല്ല. പിന്നെ ആക്സിഡന്റ് ആയി അവിടെ തന്നെ കിടക്കുകയാണോ? ഹോസ്പിറ്റലിലാക്കാൻ തോന്നിയില്ല. പിന്നെ ആക്സിഡന്റ് ആയ കാരണത്ത് തന്നെ കിടന്നാ അതുവഴി വരുന്ന വണ്ടിക്കാരെങ്കിലും അയാളെ രക്ഷിച്ചോളും. അതുകൊണ്ട് ഞങ്ങൾ അയാളെ പൊക്കി ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ കിടന്ന അയാൾ തീർന്നോളും. എന്തൊക്കെയാടാ നിങ്ങൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പാ, അയാള് നമ്മുടെ ശത്രുവാ. അയാളോട് അപ്പൻ ഇത്ര സെന്റിമെന്റ്സ് കാണിക്കുന്ന എന്തിനാന്നാ ഞാൻ ഈ ചോദിക്കുന്നേ. സെന്റിമെന്റ്സ് ഒന്നും അല്ല മോളെ. ഒരുമിച്ച് കപ്പയും മരിച്ചിരിയും വിറ്റ് നടന്ന സമയം മുതല് തോളിൽ കൈയിട്ട് വളർന്നതാ ഞങ്ങൾ രണ്ടുപേരും. ശത്രുക്കളായിട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ഞാനാകാനും അവനാകാനും പറ്റൂ. ഒരു കഥ വിജയിക്കണമെങ്കിൽ നായകൻ മാത്രമോ വില്ലൻ മാത്രമോ പോരാ, വില്ലനും നായകനും വേണം. അതെ, രണ്ടുപേർക്കും പരസ്പരം പോരാടിക്കൊണ്ട് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പ്ലാമൂട്ടിൽ യോഗന്നാന്റെ ശത്രുവായിട്ട് മാണിക്കോത്ത് മഹേന്ദ്രൻ വേണം. എന്നാലേ പ്ലാമൂട്ടിൽ യോഗന്നാന് ഇനിയും പലതും വെട്ടിപ്പിടിക്കാൻ പറ്റൂ. ഇനിയിപ്പം ഞാൻ ആരെ കാണിക്കാനാ കാശുണ്ടാക്കേണ്ടത്? ബിസിനസ് നടത്തുന്നത്, പലതും വെട്ടിപ്പിടിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാ? ഒരു ശത്രു നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ജയിക്കാൻ നമ്മൾ നോക്കും. ആ ശത്രു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ ജയിക്കാനാ? അപ്പാ, ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? അയാളെ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഏയ്, ഇനി വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരിടത്തേക്കും പോകണ്ട. ഇനി ഈ വീട്ടിൽ നടക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം.